ഇതിനെൻ്റെ മനസ്സിൽ തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. അത്തരത്തിൽ സിനിമകൾ അതിനൊരു ട്രെൻഡുണ്ട്. അത്തരത്തിൽ സിനിമകൾ വരട്ടെ. അങ്ങനെ ഒരു പർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്ത് പറയാം. ഈ സിനിമയിൽ ഏറ്റവും ഐക്കോണിക് ഡയലോഗാണ് അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് തുടങ്ങുന്നത്. അപ്പൊ അത് പറയുമ്പോൾ ലാലേട്ടന്റെ കണ്ണുകളിൽ ഒരു ആർദ്രതയുണ്ട്, ഒരു ജീവസാക്ഷാത്കാരം ലഭിച്ച സംഗീതജ്ഞന്റെ പൂർണ്ണതയുണ്ട്. ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങൾക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർജിയാണ്. പക്ഷെ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്നത് ദൈവത്തെയാണ്. ലാലേട്ടൻ ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നത് ആരാണ്? ഇപ്പൊ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആ ഒരു നിമിഷമല്ലേ അത്. തീർച്ചയായിട്ടും ഓൾമൈറ്റി തന്നെ ദൈവത്തിന്റെ മുകളിലുള്ള ഒരാളാണ്. അതാരാണെന്നറിയില്ല. ഈ സിനിമ 24 വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു. ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നു പോയെടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു. അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു. ഈ പുതിയ ജനറേഷനോട് ദേവദൂതനെ പറ്റിയിട്ട് ഒരു ഇൻട്രോ ലാലേട്ടൻ എന്താ പറയുക? അങ്ങനല്ല, അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതിന്റെ പുറകിലുണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പം ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് ഒരു സിനിമ ഉണ്ടായത്. പിന്നെ ഇതൊരു ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിന്റ് ഉണ്ടാവുക, ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക, വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാവുക. ചില സിനിമകളിലില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും പിന്നെ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ സിനിമ വീണ്ടും കാണുക. നിങ്ങൾ കണ്ടിട്ട് ഒരു 24 വർഷം മുമ്പ് നിങ്ങളൊരു സിനിമ എടുത്തിരുന്നു. അങ്ങനെ അന്നേ മലയാള സിനിമ എൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ അതൊക്കെ ആ 24 വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞല്ലോ ലാലേട്ടനോട് പറയുകയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു? ഇവർ രണ്ടുപേരും ഒന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. കാര്യം അതൊരു വലിയ കാര്യമാണ്. കാര്യം അന്ന് ആ സിനിമ ഇപ്പൊ പറഞ്ഞു ഇവർ സംസാരിച്ചത് മനസ്സിലാക്കാമല്ലോ. നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട് എടുത്തൊരു സിനിമ അതന്ന് സക്സസ് ആയില്ല. അപ്പം അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കും. വളരെ സന്തോഷം തോന്നിയ കാര്യങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തോന്നിപ്പിക്കുകയാണല്ലോ ഒരു സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ